ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമ്മളൊരു പഴയ കാലത്തിലേക്കൊന്ന് പോവാം. അതായത് പണ്ട് കാലങ്ങളിൽ നമ്മൾ മൈലാഞ്ചി ഇട്ടത് എങ്ങനെയാണ്, ആ രീതിയിലൊന്ന് നമുക്ക് മൈലാഞ്ചി ഇട്ട് നോക്കാം. അപ്പോൾ അതിനായിട്ട് എനിക്ക് മൈലാഞ്ചി കളക്ട് ചെയ്ത് തന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഈ ഭാഗത്ത് എവിടെയും മൈലാഞ്ചി മരം ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പറിക്കുന്നതും ആക്കുന്നതൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അവളാണ് തന്നിട്ടുണ്ടായത്. അവളോട് വളരെ താങ്ക് യു. കാരണം പെട്ടെന്ന് ഞാൻ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ അവൾ എനിക്ക് എത്തിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ഫ്രണ്ട്സ് എപ്പോഴും നമുക്ക് നല്ലൊരു അസറ്റ് തന്നെയാണ്. ഒരു കാര്യം പറഞ്ഞാൽ അന്നേരം തന്നെ ചെയ്തു തരാൻ പറ്റുന്ന അങ്ങനെയുള്ള ഫ്രണ്ട്സൊക്കെ നമുക്ക് തീർച്ചയായും അങ്ങനെയുള്ള ഫ്രണ്ട്സൊക്കെ നമ്മൾക്ക് വലിയൊരു അസറ്റ് തന്നെയാണ്. അപ്പം ഈ ഒരു അമ്മിയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അരക്കാൻ. കാരണം വലിയ കുട്ടിയാണ്. അപ്പം അത് ഇങ്ങനെ അരച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അങ്ങനെ അമ്മിയിൽനിന്ന് അരക്കാത്ത ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് അത്രത്തോളം പെർഫെക്റ്റായിട്ട് അരക്കാൻ പറ്റിയില്ല. പക്ഷേ ഇത് ഇങ്ങനെ കൈക്ക് വെക്കേണ്ടതായതുകൊണ്ട് അതിൻ്റെ ആ ഒരു രീതിയിൽ അരച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ അമ്മിയിൽനിന്ന് അരക്കൽ. പണ്ടും വിചാരിക്കും ഇങ്ങനെ അരക്കാനും ആക്കാനും, പക്ഷെ അമ്മ തരലുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് കൈ അങ്ങോട്ട് മാറി സമയം നോക്കിയിട്ട് പൊന്നു അതാ അമ്മിമത്തിരുന്നു. പക്ഷെ ഓക്ക് അനങ്ങുന്നില്ല. കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നില്ല. അത് കണക്കിന് അത് കുട്ടിയുള്ളത് എനിക്ക് തന്നെ പറ്റുന്നില്ല. പിന്നെ അതിൽ ആരോഗ്യം തെച്ചെടുത്തിട്ട് ഒരട്ടാഞ്ഞ് അങ്ങോട്ട് പിടുത്താണ്. പിന്നെ അല്ല, നമ്മൾ പവർ തെച്ചു അമ്മിയിൽ കൊടുത്തിട്ടാണ് ഞാനിപ്പം അരച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ പിന്നെ ഒന്നുമില്ലല്ലോ. നമ്മളെ മുന്നിൽ പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അതെല്ലാം തരണം ചെയ്തിട്ട് നമ്മൾ മുന്നേറുക തന്നെ ചെയ്യും. അപ്പം ഞാൻ വെച്ച് ഏതായാലും പുറപ്പെട്ടതല്ലേ, ഏതായാലും സെറ്റാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. അമ്മിക്കുട്ടിയൊന്നും നമുക്കൊരു പ്രശ്നമല്ല. അപ്പം ആ രീതിയിലാണ് ഞാൻ അരച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം പണ്ട് കാലത്തെല്ലാം ഈ അമ്മിയിലൊന്നും അരക്കാൻ തരില്ല. ഇതിപ്പോൾ പുറത്തിട്ട അമ്മി ആയതുകൊണ്ടാണ് എനിക്ക് തന്നത്. അല്ലെങ്കിൽ പണ്ടെല്ലാം ഞാൻ അമ്മയുടെ അമ്മയെ മൈലാഞ്ചി അരച്ചോട്ടെ അമ്മയെന്ന് പറഞ്ഞിട്ട് ഒന്ന് അമ്മി തരുമോയെന്ന് ചോദിച്ചാൽ അയ്യോ അമ്മിയിൽ അരക്കാൻ പറ്റില്ല, അമ്മിയിൽ എന്തൊക്കെയോ അരക്കുന്നതാണ്, ഭക്ഷണം ആക്കുന്നതാണ്, അതുകൊണ്ട് അമ്മിയിലാക്കാൻ പറ്റില്ല, വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കല്ലോ അങ്ങനെ ഇല്ലയിലാറ്റം അലക്ക് കല്ല് അങ്ങനെ ഇല്ലയിലാറ്റം പോയിട്ട് അരച്ചോ എന്ന് പറഞ്ഞിട്ട് പറയുമായിരുന്നു. നമ്മൾ പുഴയിലെല്ലാം പോയാൽ വെള്ളാരം കല്ല് ഇങ്ങനെ കളക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ വെള്ളാരം കല്ലിനും കൊണ്ടാകുന്ന ആ സമയത്ത് ഇങ്ങനെ മൈലാഞ്ചി അരച്ചെടുക്കാറുണ്ടായത്. അപ്പം ഞാൻ പൊന്നുവിനോട് ഈ പഴയ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അപ്പോൾ പൊന്നു എന്നോട് ചോദിക്കും അമ്മക്ക് അമ്മേരെ അമ്മയാണോ അരച്ച് തരല്, അങ്ങനെയെല്ലാം ഓരോരോ കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പണ്ടെല്ലാം എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മയൊന്നുമല്ല ചെയ്ത് തരല്. എനിക്ക് കുറേ ഏച്ചിമാരുണ്ടായിരുന്നു. ആ ഏച്ചിമാരായിരുന്നു കൂടുതലും, ഏച്ചിമാരൊപ്പരായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പം എല്ലാവരും കൂടിയിട്ട് മൈലാഞ്ചി അരക്കലും കയ്യിലിടലൊക്കെ ആയിരുന്നു. നമ്മളങ്ങനെ മൈലാഞ്ചി കൈക്ക് വെച്ചിട്ട് ഇങ്ങനെ ഉണങ്ങാൻ ഒരുപാട് സമയം എടുക്കും ഉണങ്ങാനേ. അപ്പോൾ ആ ഉണങ്ങാൻ നിൽക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് എല്ലാവരും കൂടെ കളിയും ചിരിയും തമാശകളും ഒക്കെ ആയിരുന്നു. പിന്നെ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യണം. ഒരു 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്താലേ നല്ല കട്ടി കളറിലാവൂലേ. അപ്പോൾ അത്രയും സമയമൊന്നും വെയിറ്റ് ചെയ്യാൻ നമുക്ക് ഇന്നത്തെ ടൈം നമുക്ക് അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പം തന്നെ ഒരു 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈവനിങ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. കാരണം അടിച്ചു വാരലും പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വെച്ച് ഏതായാലും മനസ്സിൽ വിചാരിച്ച കാര്യം അന്ന് തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നാളത്തേക്ക് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അന്ന് തന്നെ ചെയ്ത് തീർക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. മൈലാഞ്ചി കയ്യിലേക്ക് ആക്കി ഒരുവിധം ഉണങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ തളിച്ചു കൊടുക്കുമായിരുന്നു കയ്യിലേക്ക്. അപ്പോൾ നല്ല കളറ് വരുന്നതെന്ന് പറയൽ. വരലുണ്ടോ അങ്ങനെയാണ് അതിൻ്റെ ഇതൊന്നും അറിയില്ല. നമ്മൾ അങ്ങനെയാണ് അന്നേരം ചെയ്യലുണ്ടായിരുന്നത്. നമ്മളിങ്ങനെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ ഇങ്ങനെ നനച്ച് കൊടുക്കും. അന്നേരം നല്ലോണം ചോത്ത് വരുമെന്ന് പറയൽ. അതിൻ്റെ ഇതൊന്നും എനിക്കറിയില്ല എന്താണെന്ന്. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പം അതൊന്ന് പൊടി തട്ടി എടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അരച്ച് സെറ്റാക്കി എടുക്കുന്നത്. മക്കൾക്കും അതൊരു പുതിയൊരു അനുഭൂതി ആയിരിക്കില്ലേ. അപ്പം അങ്ങനെ എല്ലാം കൂടെ അരച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം മക്കൾസിനെല്ലാം ഒന്ന് കയ്യിലിട്ട് കൊടുത്താൽ മതി.
നമ്മൾ മൈലാഞ്ചി സെറ്റായിട്ടുണ്ട്. ആദ്യം തന്നെ പൊന്നു വന്ന് വന്നിട്ടുണ്ടായി. പൊന്നു പറഞ്ഞു എനിക്ക് ഫസ്റ്റ് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ട് പൊന്നൂസിനാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. മിന്നുവിനെയൊന്നും കാണാനേ ഇല്ല. മിന്നുവിൻ്റെ അമ്മ എവിടെയോ പോയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പൊന്നൂന് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കെങ്കിലും മിന്നു എത്തിയിട്ടുണ്ടെങ്കിൽ മിന്നുവിനും വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പൊന്നൂസിൻ്റെ കയ്യിൽ ഓൾറെഡി മൈലാഞ്ചി ഉണ്ട്. കാരണം ഓള് ഈ ബിഗ് ബി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഉത്സവപ്പറമ്പിൽ പോയേരം. അപ്പോൾ അത് തന്നെയായിരുന്നു പരിപാടി. അത് തീരുന്നവരെ ആ മൈലാഞ്ചി തീരുന്നവരെ മൈലാഞ്ചി വെപ്പ് തന്നെയായിരിക്കും. പറഞ്ഞാലും കേൾക്കില്ല. ഇതാകുമ്പം പിന്നെ പ്രശ്നമില്ലല്ലോ. നല്ല നമ്മൾ നാടൻ മൈലാഞ്ചി ആയതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ അത്രയും അവർക്ക് മൈലാഞ്ചി പ്രാന്തായതുകൊണ്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ചെയ്യാനും നിന്നത്. ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് മൈലാഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ കയ്യിൽ ഏകദേശം വെച്ച് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ ഒരു 2-3 മണിക്കൂറെല്ലാം വെക്കാൻ പറ്റുവാണെങ്കിൽ നല്ല കളർ വരുമായിരുന്നു. പക്ഷേ എനിക്ക് അതിനുള്ള സമയമൊന്നുമില്ല. ആ സമയത്ത് മിന്നു വന്നിട്ടുണ്ടായിരുന്നു. മിന്നുവിനും വെച്ച് കൊടുത്തു. എന്നിട്ടും മൈലാഞ്ചി അനങ്ങിയിട്ടേ ഇല്ല. ഒരുപാടുണ്ട് അത്ര. എന്നിട്ടും മിന്നുവിനും വെച്ച് കൊടുത്തു. അപ്പം മേരിക്കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു മിന്നുവിനൊപ്പം തന്നെ. മിന്നുവിൻ്റെ കയ്യിൽ ഏകദേശം സെറ്റായുമ്പോഴത്തേക്ക് ഇത് മേരിക്കുട്ടിയുടെ കയ്യിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മേരിക്കുട്ടിയുടെ കയ്യിലും നല്ല വൃത്തി വെച്ച് കൊടുത്തു. നമ്മളെല്ലാവരും വെച്ച പോലെ തന്നെയാണ് വെച്ചിട്ടുണ്ടായത്. അപ്പം മണിയനും പെറുക്കും എല്ലാവരും വന്നിട്ട് കുഴപ്പാക്കാൻ തുടങ്ങി. ഇതെന്താ ചാണാനാണോ വെക്കുന്നത്? അതിനെല്ലാം നല്ല രീതിയിൽ മേരിക്കുട്ടി മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക്. നല്ല അരങ്ങായിരുന്നു. പിള്ളേഴ്സൊക്കെ ഇങ്ങനെ അവരൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ. അടിയും ഉണ്ടായിരുന്നു അതിനിടയ്ക്ക്. മിന്നുവും മണിയനും ഒക്കെ നല്ല രീതിയിൽ സ്റ്റണ്ടായിരുന്നു. മിന്നുവിൻ്റെ കയ്യിലെ മൈലാഞ്ചിയൊക്കെ മണിയനുമായിട്ട് അടി കൂടിയിട്ട് മൈലാഞ്ചിയൊക്കെ ആടി ഇടിയൊക്കെ ആയിട്ടുണ്ട്. പെറുക്കിൻ്റെ കയ്യിലുമായി. അപ്പോൾ ഇതാണ് ലാസ്റ്റ് സ്റ്റേജ്. അതായത് ഞാൻ വെളിച്ചെണ്ണ തൂക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ടാറ്റാ ബൈ.